നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ സ്നാക്കായ ഉള്ളിവടയാണ്. ഉള്ളിവട തയ്യാറാക്കുന്നതിനായി നമുക്ക് മെയിനായി വേണ്ടത് സവാളയാണ്. ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിരുമ്മി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായി വേണ്ടത് 3 ടേബിൾ സ്പൂൺ കടലമാവ്, 3 ടേബിൾ സ്പൂൺ മൈദ, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തത്. ഉള്ളിയിൽ നിന്ന് നീരെല്ലാം ഇറങ്ങി റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം, കറിവേപ്പില ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം, ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം, 3 ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കാം, ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഉള്ളിയിൽ നിന്നുള്ള നീരിറങ്ങി അത്യാവശ്യം ആവശ്യത്തിനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം വെള്ളം ചേർക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാനുള്ള മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കുന്നതിനുള്ള എണ്ണ ചൂടാക്കാം. ഇപ്പോൾ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള താഴ്ന്നു പോയതിന് ശേഷം പെട്ടെന്ന് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളയായി എടുത്ത് വടയുടെ ഷേപ്പിൽ കയ്യിൽ വെച്ച് ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. തീ കൂടിപ്പോയാൽ ഉള്ളിയുടെ പുറം ഭാഗം വേവുകയും അകഭാഗം വേവാതിരിക്കുകയും ചെയ്യും. അതുപോലെ തീ വളരെ കുറവാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഉള്ളിവട എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. നല്ല ക്രിസ്പിയായ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ബാക്കി ഉള്ളിവടയും കൂടി നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം സൈസ് 3 സവാളയിൽ നിന്ന് ഞാനിവിടെ 6 ഉള്ളിവടയാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. നല്ല ക്രിസ്പിയായ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.